പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് തനിക്ക് യാതൊരുവിധ വെറുപ്പുമില്ലെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. അമേരിക്കയിലെ ജോർജ് ടൗൺ സർവകലാശാലയിൽ വിദ്യാർത്ഥികളുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഹുലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നിങ്ങൾ അതിശയപ്പെട്ടേക്കാം, എനിക്ക് മോദിയോട് വെറുപ്പൊന്നുമില്ല. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിനോട് എനിക്ക് യോജിക്കാനുമാകില്ല. അതേസമയം വെറുപ്പുമില്ല. അദ്ദേഹം ചെയ്യുന്നതിനോട് എനിക്ക് സഹാനുഭൂതിയും അനുകമ്പയുമാണ്. RSS കരുതുന്നത് ഇന്ത്യ ഒരു ആശയമാണെന്നാണ്. കോൺഗ്രസിന്റെ കാഴ്ചപ്പാടിൽ ഇന്ത്യ ആശയങ്ങളുടെ ബഹുസ്വരതയാണ്. സ്ത്രീകൾ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കേണ്ടവരാണെന്ന് വിശ്വസിക്കുന്നവരാണ് RSSും BJPയും. വേണ്ടതെന്തോ അത് നേടാൻ വനിതകളെ അനുവദിക്കണമെന്നതാണ് ഞങ്ങളുടെ ആഗ്രഹമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. മോദിയുടെ ഇന്ത്യ എന്ന ആശയത്തെ തകർക്കാൻ പോരാടുമെന്ന് പറഞ്ഞ രാഹുൽ ലോക്സഭാ തിരഞ്ഞെടുപ്പോടെ അദ്ദേഹം മാനസികമായി കുടുങ്ങിയെന്നും വ്യക്തമാക്കി. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ആരും BJPയെയോ പ്രധാനമന്ത്രിയെയോ ഭയപ്പെടുന്നില്ല. ഇത് വലിയൊരു നേട്ടം തന്നെയാണ്. ഇന്ത്യൻ ജനത ഭരണഘടനയ്ക്കെതിരായ ആക്രമണത്തെ എതിർക്കുമെന്നാണ് ഇത് കാണിക്കുന്നതെന്നും രാഹുൽ എടുത്തു പറഞ്ഞിരുന്നു. പ്രചരണം പകുതിയായപ്പോഴേക്കും മോദിക്ക് 300 മുതൽ 400 വരെ സീറ്റ് ലഭിക്കില്ലെന്നും ബോധ്യമായി. ഗുജറാത്തിലെ ഭരണകാലത്തും പ്രധാനമന്ത്രി പദത്തിലും അദ്ദേഹത്തിന് തിരിച്ചടി നേരിട്ടിട്ടില്ല. ഇപ്പോൾ ആ ആശയത്തിന് പോറൽ വീണിരിക്കുകയാണ്. നേരിട്ട് ദൈവത്തോട് സംസാരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം തകർന്നെന്ന് മനസ്സിലായെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി. അതേസമയം രാജ്യവിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നത് രാഹുലും കോൺഗ്രസും ശീലമാക്കിയെന്നാരോപിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തിയതും ശ്രദ്ധേയമായി. രാഹുൽ ഗാന്ധി രാജ്യവികാരത്തെ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ളതും സുരക്ഷയെ ബാധിക്കുന്നതുമായ പരാമർശങ്ങളാണ് നടത്തുന്നതെന്ന് അമിത്ഷാ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. ഭാഷകളിലെ, മതങ്ങളിലെ, പ്രദേശങ്ങളിലെ വേർതിരിവുകളെ കുറിച്ച് സംസാരിക്കുന്നതിലൂടെ രാഹുലിന്റെ വിഭജന ചിന്തയാണ് കാണിക്കുന്നതെന്നും അമിത്ഷാ കുറിച്ചുവെക്കുന്നു. US സന്ദർശനത്തിനിടെ രാഹുൽ ഉയർത്തിയ വിഷയങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അമിത്ഷായുടെ ഈ പ്രതികരണം. ജാതി, സെൻസസ്, സംവരണം, സിഖ് വിഷയമടക്കമുള്ളവയിൽ US സന്ദർശന വേളയിൽ രാഹുൽ സംസാരിച്ചിരുന്നു. ഇതിനു പിന്നാലെയായിരുന്നു എക്സ് പ്ലാറ്റ്ഫോമിൽ കൂടി ആഭ്യന്തരമന്ത്രി വിമർശനവുമായി രംഗത്ത് വന്നത്. ഇന്ത്യ അടിസ്ഥാനപരമായി കൂട്ടിച്ചേർക്കലുകളും ഒന്നിപ്പിക്കലുമാണെന്നും എന്നാൽ വ്യത്യസ്ത ധാരകളുടെ കൂട്ടായ്മയായി ഇന്ത്യയെ കാണുന്നതിനെ RSS തെറ്റിദ്ധരിക്കുകയാണെന്നായിരുന്നു കഴിഞ്ഞ ദിവസം വാഷിംഗ്ടണിലെ ജോർജ് ടൗൺ സർവകലാശാലയിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കവേ രാഹുൽ പറഞ്ഞത്. ഭാഷകളും പാരമ്പര്യങ്ങളും ചരിത്രങ്ങളും മതങ്ങളുമെല്ലാം കൂട്ടിച്ചേർന്നതാണ് ഇന്ത്യ. നിങ്ങളിവിടെ ഉച്ചഭക്ഷണം കഴിക്കുമ്പോൾ ആദ്യ കോഴ്സ്, രണ്ടാം കോഴ്സ് ഭക്ഷണം ഓരോന്നായി വിളമ്പുന്ന ക്രമം എന്നിങ്ങനെ ലഭിക്കും. എന്നാൽ ഞങ്ങൾക്ക് സദ്യയാണ് ലഭിക്കുക. അതിലെല്ലാം വെച്ചിരിക്കും. ഇതിലെ എല്ലാ ഭക്ഷണത്തിനും ഒരേ മൂല്യമാണ്. അതാണ് ഇന്ത്യയുടെ കൂട്ടിച്ചേർക്കൽ എന്ന ആശയമെന്നായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇന്ത്യക്കാർ അവരുടെ ആരാധനാലയങ്ങളിൽ പോയി അവരുടെ ദൈവവുമായി ലയിക്കുന്നു. ഇതാണ് ഇന്ത്യയുടെ സ്വഭാവം. എന്നാൽ ഇക്കാര്യത്തിൽ RSSന് തെറ്റിദ്ധാരണയാണ്. മോദി എന്ന ആശയം, 55 ഇഞ്ച് നെഞ്ച്, ദൈവവുമായി നേരിട്ടുള്ള ബന്ധം, അതെല്ലാം ചരിത്രമായി. പൊതു തിരഞ്ഞെടുപ്പ് ഫലം മോദി എന്ന ആശയം തകർത്തുവെന്നും രാഹുൽ തുറന്നടിച്ചിരുന്നു. ഇത് കേട്ട് കലിത്തുള്ളി വന്ന് രാഹുലിന് നേരെ ആരോപണം ഉയർത്തുകയായിരുന്നു അമിത്ഷാ.